നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിലൊക്കെ വരുന്ന 5 ദിവസവും ശക്തമായ മഴ പെയ്യുമെന്ന് ജില്ലകളിലൊക്കെ മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റെഡ് അലേർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലടക്കം ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ രാവിലെ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ 7 മണിയോടെ തൃശൂർ ജില്ലയിലടക്കം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതുപോലെ തന്നെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, തൃശ്ശൂരിൽ നിന്ന് വരുന്ന മറ്റൊരു സംഭവം, ഈ കനത്ത മഴ പെയ്യുന്നതിനിടയിലും ഒരു പ്രദേശത്ത് ഒരു റോഡ് ടാറിംഗ് പണി വീണ്ടും ചെയ്യുന്ന ഒരു സാഹചര്യം, ടാറിംഗ് പണി നിർത്താതെ ആ ഒരു മഴയത്തും ടാറിംഗ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് മേയർ ഇടപെടുന്നു, ഒടുവിൽ ആ ടാറിംഗ് പണി നിർത്തിവെക്കുന്ന സാഹചര്യം. അത്തരത്തിലൊരു സംഭവം തൃശ്ശൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ തൃശ്ശൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അതിരപ്പള്ളി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇപ്രകാരം അവിടങ്ങളിലെല്ലാം സന്ദർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഒരു മഴ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അതിരപ്പള്ളിയിൽ കഴിഞ്ഞ 4 മണിക്കൂറിനുള്ളിൽ 90 മില്ലിമീറ്റർ വരെ മഴയാണ് അതിരപ്പള്ളിയിൽ മാത്രം പെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ സന്ദർശക വിലക്ക് നിരോധിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം അധികൃതർ, ജില്ലാ ഭരണകൂടം എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു മഴ സാഹചര്യം ഉണ്ടാകുമ്പോൾ അപകടങ്ങൾ പതിയിരിക്കുന്ന ഇടങ്ങളാണ് ജലാശയങ്ങളും വെള്ളക്കെട്ടുകളും ഇത്തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളും ഒക്കെ. അപ്പോൾ സന്ദർശകർ ഇറങ്ങുമ്പോൾ അവർക്ക് വരാവുന്ന ആപത്തുകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണം ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ജില്ലകളിലുള്ളവരൊക്കെ അതീവ ജാഗ്രതയോടെ ആയിരിക്കണം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് രാവിലെ മുതൽ പലയിടങ്ങളിലും മഴ ശക്തമായി പെയ്തുവെങ്കിൽ പോലും നിലവിൽ മഴയുടെ ഒരു പ്രതീതി ഇല്ലാത്ത അവസ്ഥയാണ് തിരുവനന്തപുരം ജില്ലയിലായിരിക്കുന്നത്. നോക്കാം ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്, റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, അതുപോലെ തന്നെ യെല്ലോ അലർട്ട് വരും ദിവസങ്ങളിൽ ഏതൊക്കെ ജില്ലകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ന് റെഡ് അലർട്ട് 3 ജില്ലകളിൽ മാത്രമേ ഉള്ളൂ. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, അതുപോലെ തന്നെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ന് മഞ്ഞ അലർട്ട് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരുന്ന 5 ദിവസങ്ങളിലും ഇത്തരത്തിൽ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതുപോലെ തന്നെ നാളെ തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത് എങ്കിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ സാഹചര്യമായിരിക്കും. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നാളെ ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിൽ പോലും അത് റെഡ് അലർട്ടിലേക്ക്, അതായത് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയിലേക്ക് അത് എപ്പോൾ വേണമെങ്കിലും കടക്കാം എന്ന ഒരു സ്ഥിതിയിലാണ് നിലവിൽ ആ ഒരു ജില്ലകളിലെ കാര്യമായിരിക്കുന്നത്. അപ്പോൾ നാളെ ഈ ജില്ലകളിലുള്ള എടുത്തു പറയാണ് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ളവർ തീർച്ചയായിട്ടും അതീവ ജാഗ്രതയോടെ ആയിരിക്കുക. ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും അത് എപ്പോൾ വേണമെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാം എന്ന തരത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. അതുപോലെ തന്നെ 7-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ഇപ്പോൾ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലൊക്കെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ ജാഗ്രതയോടെ ആയിരിക്കേണ്ട ദിവസങ്ങളാണ്. ഒരിടയ്ക്ക് മഴ ഒന്ന് ശാന്തമായതാണ്, പക്ഷെ വീണ്ടും മഴ ശക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മഴക്കെടുതി, മഴയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങൾ അതൊക്കെ ജാഗ്രതയോടെ തന്നെ ആയിരിക്കണം. മഴയുടെ കാലത്ത് സ്വീകരിക്കേണ്ട മുൻകരുതൽ ഒക്കെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, അധികൃതരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം, അതായത് കനത്ത മഴ പെയ്യുകയാണ്, റെഡ് അലർട്ട് ആണ്, എന്നിട്ടും ടാറിംഗ് പണി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് യാത്രക്കാർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഴ്ചകളൊന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക. ഈ ടാറിംഗ് പണി എന്തായാലും മേയർ ഇടപെട്ടാണ് ആ ടാറിംഗ് പണി നിർത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിലുള്ള ചില വീഴ്ചകൾ കൂടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അധികൃതർ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും പാലിക്കാതെ, വിട്ടുവീഴ്ചയൊന്നും ഇല്ലാതെ വളരെ ജാഗ്രതയോടെ തന്നെ ആയിരിക്കേണ്ടതായിട്ടുണ്ട്. വരും ദിവസങ്ങളൊക്കെ ഇനി 5 ദിവസവും മഴ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് 7-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. നമുക്കറിയാം ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും അതുപോലെ തന്നെ നമ്മുടെ ജീവനാപത്താണ്. അതുപോലെ തന്നെ വീട്ടിലെ ഗൃഹോപകരണങ്ങളുടെ തകർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും
അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ കൂടി സ്വീകരിച്ച് വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപമായിട്ട് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൂടി നിലവിലുണ്ട്. അതുകൊണ്ടാണ് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നത്. അപ്പോൾ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. മഴ അതിന്റെ ഫലമായിട്ട് ശക്തമാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മഴ മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ജില്ലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കുന്നതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മലയോര മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള മഴ പെയ്യുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ നാളുകളിലൊക്കെ നമുക്ക് മുന്നിലുള്ള ഒരുപാട് അപകടങ്ങൾ, അതൊക്കെ ഒരു പാഠമായിട്ട് നമ്മുടെ മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ അപകട മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിച്ചും ഇപ്പോൾ അധികൃതർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മാറി താമസിക്കേണ്ട സ്ഥിതിയാണെങ്കിൽ അത്തരത്തിൽ മാറി താമസിക്കേണ്ടതായിട്ടുണ്ട്. മലയോര മേഖല, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിൽ, ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വളരെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അധികൃതർ നിർദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ച് മാറി താമസിക്കുകയും മറ്റു മുൻകരുതലുകൾ സ്വീകരിക്കുകയും വേണം. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ കാലവർഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള കാറ്റുമുണ്ട്. ശക്തമായ കാറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീശുന്ന സാഹചര്യം ഉണ്ടായി. അത് വലിയ രീതിയിലുള്ള ഒരു നാശം വിതയ്ക്കുന്ന ഒരു ദുരന്തമാണ് കാറ്റ്, നമുക്കറിയാവുന്ന പോലെ തന്നെ. അപ്പോൾ ഈ കാറ്റത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഈ മരങ്ങൾ കടപുഴകി വീഴാറുണ്ട്. അതുപോലെ തന്നെ ഈ റോഡ് സൈഡിലൊക്കെയുള്ള പോസ്റ്റുകൾ, അതുപോലെ അപകടകരമായ രീതിയിലുള്ള വസ്തുക്കളൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. കാറ്റ് ഒരു സവിശേഷ ദുരന്തം തന്നെയാണ്. അപ്പോൾ ഈ കാറ്റത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, അതുപോലെ തന്നെ കാറ്റ് ഒരു ദുരന്തമായതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ സ്വീകരിച്ച് അത്തരത്തിലുള്ള മുൻകരുതലുകളും അതുപോലെ തന്നെ ജാഗ്രതയും ഒക്കെ പുലർത്തേണ്ടത് ആവശ്യം തന്നെയാണ്. ഈ കാലവർഷത്തിന് കള്ളക്കടൽ പ്രതിഭാസമുണ്ട്. അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്, കാറ്റിന് സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് ഈ ഒരു കാലവർഷത്തിനോടനുബന്ധിച്ചുള്ള ഒരു അന്തരീക്ഷമായിരിക്കുന്നത്. അപ്പൊ ജനങ്ങളെല്ലാം വളരെ ജാഗ്രതയോടെ ആയിരിക്കേണ്ടതാണ്. ഇന്ന് പെയ്ത മഴയിൽ തന്നെ നമ്മൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്, പലയിടത്തും വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പലയിടത്തും ഒരു അരയോളം മുങ്ങുന്ന തരത്തിലുള്ള വെള്ളം പൊങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളിലുള്ളവരും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്, അതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ ഉള്ളവരും ജാഗ്രത പാലിച്ച് കുറച്ചുകൂടി ജാഗരൂകരായി ഇരിക്കേണ്ട ആവശ്യകതയിലേക്ക് കൂടി ഈ ഒരു മഴക്കാലം നമ്മളെ നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥിരമായി വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലുള്ളവരും കുറച്ചുകൂടി ജാഗ്രത പാലിക്കുക. ഇപ്പോൾ വീടിന് സമീപത്തൊക്കെ വെള്ളക്കെട്ട് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറി താമസിക്കാനുള്ള ഒരു മുൻകരുതലുകൾ സ്വീകരിച്ചു കൊള്ളുക. അത്തരത്തിലുള്ള ഒരു മുൻകരുതലൊക്കെ സ്വീകരിച്ച് വളരെ സുരക്ഷിതരായിട്ടിരിക്കുക. എന്തായാലും നിലവിൽ ഈ ജില്ലകളിലൊക്കെയാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെയും അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ജില്ലകളിലുള്ളവർ ആ ഒരു തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിച്ച് വളരെ സുരക്ഷിതരായിട്ട് മുൻകരുതലുകളൊക്കെ എടുത്തും ആയിരിക്കുക.